നമസ്കാരം. കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് ആരാകും എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. 10 ദിവസത്തെ നീണ്ട മാരത്തൺ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒക്കെ ശേഷം മുഖ്യമന്ത്രി ആര് എന്നതിൽ ഒറ്റപ്പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് എടുത്ത ആ തീരുമാനം മുദ്രവെച്ച കവറിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ദീപാദാസ് മുൻഷി എത്തിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ എല്ലാ കണ്ണുകളും ഉച്ചയ്ക്ക് 1 മണിക്ക് ചേരുന്ന ആ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്കാണ്. മുഖ്യമന്ത്രി ആര് എന്നത് ചില ചർച്ചകൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് ഹൈക്കമാൻഡ്. അതിനെതിരെയുള്ള നടപടികളുമൊക്കെ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആഗോള രാഷ്ട്രീയ രംഗത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സന്ദർശനം നടക്കുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയാണ് അതിൽ പ്രധാനമായുള്ളത്. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധവും ഒപ്പം ആഗോളതലത്തിലെ ഇന്ധന പ്രതിസന്ധിയുമൊക്കെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദിവസത്തെ എല്ലാ വാർത്തകളിലേക്കും വരാം. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. കാത്തിരിപ്പിന് വിരാമം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. പ്രഖ്യാപനം ഉച്ചയ്ക്ക് 1 മണിക്ക് ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ ദീപാദാസ് മുൻഷിയും കേന്ദ്ര നിരീക്ഷകരും പങ്കെടുക്കും. ഡൽഹിയിൽ തുടർന്ന് KC വേണുഗോപാൽ, VD സതീശനും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF നേതൃയോഗം ഉച്ചയ്ക്ക് 2 മണിക്ക്. എല്ലാ ഘടകകക്ഷി MLA-മാരോടും തലസ്ഥാനത്തെത്താൻ നിർദ്ദേശം. ഇന്ന് തന്നെ ഗവർണറെ കാണും. ലീഗ് നേതൃയോഗം പാണക്കാട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം. സംഘടനാ തലത്തിൽ CPM-നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് അകന്നത് പാർട്ടിക്ക് അറിയാൻ കഴിഞ്ഞില്ലെന്നും വിമർശനം. കണ്ണൂരിലെ കലാപം സംസ്ഥാനത്തുടനീളം തിരിച്ചടിയായി. പാർട്ടിയിൽ അടിമുടി തിരുത്തുവേണമെന്ന് അംഗങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച. വ്യാപാര താരിഫുകൾ, തായ്വാൻ വിഷയം, ഇറാൻ യുദ്ധം എന്നിവ ചർച്ചയാകും. കുട്ടനാട്ടിൽ നെൽകൃഷി വിളവെടുപ്പിൽ ഇത്തവണ വലിയ നഷ്ടമുണ്ടായതായി കൃഷി വകുപ്പ്. 5000 ഏക്കറിൽ വിളവെടുത്തപ്പോൾ പകുതിയോളം കുറവെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഒരു വെള്ള ഭീഷണിയും വരൾച്ചയും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. IPL-ൽ പഞ്ചാബ് കിങ്സ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പഞ്ചാബിന് ഇന്നത്തെ ജയം അനിവാര്യം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അവസാന നിമിഷവും ഒരു സസ്പെൻസ് തുടരുകയാണ്. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ഹൈക്കമാൻഡ് തീരുമാനം കേന്ദ്ര നിരീക്ഷകർ വഴി നിയമസഭാ കക്ഷി യോഗത്തിലാണ് പ്രഖ്യാപിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് ചേരുന്ന യോഗം ഈ പ്രഖ്യാപനം നടത്തും. അതിനുശേഷം 2 മണിക്ക് UDF MLA-മാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. നിയമസഭാ കക്ഷി യോഗത്തിനായി VD സതീശൻ രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും. തീരുമാനം അനുകൂലമല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനും കളമൊരുങ്ങും. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാർ, VD സതീശന്റെ ആലുവ ദേശത്തെ വീട്ടിൽ നിന്നും KK പ്രശാന്ത് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ജിഷ്ണു കൃഷ്ണനിലേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു. ജിഷ്ണു, കഴിഞ്ഞ ദിവസം നീണ്ട ചർച്ചകൾക്കൊക്കെ ശേഷം മല്ലികാർജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ അവസാനമായി ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ദീപാദാസ് മുൻഷി ആ റിപ്പോർട്ടുമായി അല്ലെങ്കിൽ ആ പേരുമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. എന്താണ് ഡൽഹിയിലെ ഈ ഒരു അവസാന മണിക്കൂറിലെ ഒരു ചർച്ചകൾ എങ്ങനെയാണ്? അഖില, ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ആ പേരിലേക്ക്, ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ട്. അഖില ചൂണ്ടിക്കാട്ടിയതുപോലെയും പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് ആ പേര് കേന്ദ്ര നിരീക്ഷകരും ഒപ്പം കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വഴി ഹൈക്കമാൻഡ് അവതരിപ്പിക്കും. നിയമസഭാ കക്ഷി യോഗത്തിൽ ഇനി MLA-മാരുടെ അഭിപ്രായം ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രഖ്യാപനം, ഹൈക്കമാൻഡിന്റെ തീരുമാനം അവിടെ പ്രഖ്യാപിക്കും
പ്രഖ്യാപിക്കുകയായിരിക്കും കേന്ദ്ര നിരീക്ഷകർ ചെയ്യുക. ആ ഒറ്റ പേരിലേക്ക് ഏത് പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം അവസാന നിമിഷത്തിലും ഒരുപോലെ പ്രതീക്ഷയിലാണ് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ ഏത് പേരിലേക്ക് എത്തിയാലും മറുവശത്ത് അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികൾക്കും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5:30 അവസാനഘട്ട ചർച്ച രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിൽ നടത്തിയിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. കാരണം ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത് വൈകിട്ടോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും 45 മിനിറ്റിലധികം നീണ്ടുന്ന കൂടിക്കാഴ്ചയിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ സാധിക്കാത്തതോടെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു ജയറാം രമേശ്, അതായത് കോൺഗ്രസിന്റെ മീഡിയ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ദീപാദാസ് മുൻഷിയും കേന്ദ്ര നിരീക്ഷകരും പോകുന്നതിന് മുൻപ് തന്നെ ഒറ്റ പേരിലേക്ക് എത്തിക്കൊണ്ട് ആ പേര് നിയമസഭാ കക്ഷി യോഗത്തിൽ അവതരിപ്പിക്കാനാണ് നീക്കം. MLA-മാരുടെ പിന്തുണ പരിശോധിക്കുമ്പോൾ KC വേണുഗോപാലിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യതയുള്ളത്. പക്ഷേ അതിൽ ട്വിസ്റ്റ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം K മുരളീധരനും VM സുധീരനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയെ ബോധിപ്പിച്ച കാര്യങ്ങളാണ്. കേരളത്തിൽ വളരെ രൂക്ഷമായ സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിൽ മാത്രമല്ല മറ്റൊരാളെ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ അതൃപ്തി ഉണ്ടാകും. മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിശക്തമായി പിന്തുണയ്ക്കുന്നത് VD സതീശനെയാണ്. ജനവികാരം മാനിക്കേണ്ടതുണ്ട്. അതല്ലാതെ മുൻപോട്ട് പോയാൽ ഭാവിയിൽ UDF-നുള്ളിൽ കനത്ത പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം K മുരളീധരനും VM സുധീരനും വളരെ സമയമെടുത്ത് തന്നെ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. ഇതോടുകൂടിയാണ് KC വേണുഗോപാൽ എന്ന ഒറ്റപ്പേരിൽ നിന്നിരുന്ന ഹൈക്കമാൻഡ് വീണ്ടും പുനരാലോചനകൾക്ക് തയ്യാറായത്. ഏറ്റവും ഒടുവിൽ ആരിലേക്ക് ഹൈക്കമാൻഡ് എത്തി എന്നുള്ളത് ഇപ്പോഴും സസ്പെൻസായി തുടരുകയാണ്. KC എന്ന പേരിലേക്ക് അവസാന നിമിഷം വീണ്ടും ഹൈക്കമാൻഡ് എത്തുമോ, അതല്ല ഘടകകക്ഷികളുടെ ഉൾപ്പെടെ അഭിപ്രായം പരിശോധിച്ചുകൊണ്ട് VD സതീശനിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്ക് പേരെത്തുമോ എന്നുള്ളതാണ് അവസാന നിമിഷവും സസ്പെൻസായി തുടരുന്നത്. ഹൈക്കമാൻഡ് തലത്തിൽ നിലവിൽ ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ തീരുമാനമായിരിക്കും കേന്ദ്ര നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസ്നിക്കും അജയ് മക്കാനും ഒപ്പം കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നിയമസഭാ കക്ഷി യോഗത്തിൽ അവതരിപ്പിക്കുക. അഖില, ജിഷ്ണു, ഇനി രജിത്തിലേക്കാണ്. രജിത്ത് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. KPCC-യിലേക്ക് പ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട്. കാരണം ഒരു പ്രഖ്യാപനം ഉച്ചത്തേക്കാണെങ്കിലും പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം സ്വാഭാവികമായും ഉണ്ടാകും. നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റ പേരിലേക്ക് ഇനിയിപ്പോൾ എത്തിയിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരുപക്ഷെ ആരുടെ പേരായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും ആ ആകാംക്ഷ നിലനിർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 10 ദിവസത്തിലധികമായി പ്രതിപക്ഷത്തിന് വിമർശിക്കാനുള്ള ഒരു സാഹചര്യം പോലും കോൺഗ്രസ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഘടകകക്ഷി നേതാക്കൾ അടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്ന ഷിബു ബേബി ജോണൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് വൈകുന്നതിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് KPCC-യിൽ അല്ലെങ്കിൽ തലസ്ഥാനത്തെ ഒരു വികാരം എങ്ങനെയാണ്? അഖില, പ്രധാനമായി ഇപ്പോൾ ഞാൻ KPCC തന്നെയാണ്. KPCC-യിലേക്ക് നേതാക്കളൊന്നും തന്നെ എത്തിത്തുടങ്ങിയിട്ടില്ല. നിലവിൽ നമുക്കറിയാം 1 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗമാണ് 1 മണിക്ക് വിളിച്ചിരിക്കുന്നത്. ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കരും മുകുൾ വാസ്നിക്കും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം ആരായിരിക്കണം നിയമസഭാ കക്ഷി നേതാവ് എന്നത് സംബന്ധിച്ചൊരു തീരുമാനം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഒരുപക്ഷെ ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിക്കുകയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം 1 മണിക്ക് ആണ് കോൺഗ്രസ് MLA-മാരോട് ഇവിടെ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മണി യോഗത്തിൽ പങ്കെടുക്കാനാണ്, എല്ലാവരും തന്നെ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ MLA-മാരും, കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും ഈ 1 മണിയുടെ യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ കൃത്യമായി തന്നെ ആരായിരിക്കും നിയമസഭാ കക്ഷി നേതാവ് എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാവും. ഒപ്പം തന്നെയാണ് 2 മണിയോടുകൂടി UDF-ന്റെ ഘടകകക്ഷികൾ ഉൾപ്പെട്ടിട്ടുള്ള MLA-മാരോടും KPCC-യിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF-ന്റെ യോഗവും അല്ലെങ്കിൽ സംയുക്തമായി UDF-ലുള്ള കക്ഷികളുടെയും യോഗം 2 മണിക്ക് നടക്കുകയും ചെയ്യും. ഇവരെയും ഇക്കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷമായിരിക്കും സർക്കാർ രൂപീകരണത്തിനടക്കം ഗവർണറെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരാളിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അത് ആര് എന്ന് സംബന്ധിച്ച് ഇന്ന് മാത്രമാണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുക. അതേ സമയത്ത് ഉണ്ടാകാൻ പോകുന്ന മറ്റ് 2 ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾക്കുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട
നിർദ്ദേശങ്ങളടക്കമാണ് ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെയാണ് നിരീക്ഷകരും എത്തുന്നത്. ആദ്യം തന്നെ MLA-മാരെ എല്ലാവരെയും കണ്ട് അവരുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ പോസ്റ്റർ ബാനർ യുദ്ധങ്ങളും അടക്കം നടക്കുകയും ചെയ്തിരുന്നു. അവയൊക്കെ മാറ്റാൻ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് ശേഷം അവയൊക്കെ മാറ്റുകയും ചെയ്തു. എന്നാലും വീണ്ടും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോസ്റ്ററുകളുടെ യുദ്ധങ്ങളും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിരുന്നു. അവയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം പരിഹരിക്കത്തക്ക രീതിയിൽ തന്നെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരും നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘം ഇവിടേക്ക് എത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു. അവർക്ക് കൃത്യമായ നിർദ്ദേശം ഇതിനോടകം തന്നെ അണികൾക്കടക്കം നൽകണമെന്നും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ പ്രഖ്യാപനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കാതെ അതിനെ പരിഹരിക്കുക എന്നൊരു കാര്യം കൂടി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. എന്ത് തന്നെയായാലും കാത്തിരുന്ന ദിവസം ഇന്ന് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ തന്നെ ജയറാം രമേശ് ഇക്കാര്യം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിക്ക് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം UDF നേതാക്കളുമായുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. UDF-ന്റെ MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഗവർണറെ നേരിൽ കാണുക. UDF-ന്റെ ഘടകകക്ഷിയിലെ ആയിട്ടുള്ള കേരള കോൺഗ്രസ് വിഭാഗവും ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ RSP ഉൾപ്പെടെയുള്ള ഷിബു ബേബി ജോണിന്റെ RSP ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്തെത്തി ഗവർണറെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ഗവർണറെ കണ്ട സർക്കാർ രൂപീകരണത്തിനുള്ള പിന്തുണ കത്ത് കൈമാറുകയും ചെയ്യും. എന്ത് തന്നെയായാലും ഇന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ കൂടി പ്രഖ്യാപിച്ച് സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. ശരി രജിത്, നമ്മൾ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ആലുവ ദേശത്തെ VD സതീശന്റെ വീടാണ്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ ഇനി അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പുറപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വഴിനീളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ VD സതീശൻ തലസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യം, അതായത് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ അദ്ദേഹം പുറപ്പെടാൻ വേണ്ടിയുള്ള ആ ഒരു ആളുകളുമൊക്കെ അവിടെ തയ്യാറാണ്. KK പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ VD സതീശൻ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒറ്റ പേര് ഒരു പക്ഷേ VD സതീശൻ്റെതാണോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ ജയിച്ച MLA-മാരും ഒപ്പം തന്നെ നേരത്തെയുള്ള പ്രവർത്തകരുമൊക്കെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വീട്ടിലെത്തി കാണുന്നതൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. ഇന്നും അത്തരത്തിലുള്ള സാഹചര്യമുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? VD സതീശൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ VD സതീശൻ ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വാഹനത്തിൽ കയറാൻ പോവുകയാണ്. പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിന്റെ ബസ്സിലൂടെ VD സതീശൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. VD സതീശൻ വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നു. വാഹനം പുറപ്പെടുകയാണ്. വാഹനം പുറപ്പെടാൻ ഒരുങ്ങുന്നു. ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് ഇന്നലെ പറഞ്ഞത് വൈകിയാണ് ഇറങ്ങുന്നതെങ്കിൽ വിമാനമാർഗമായിരിക്കും എത്തുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വാഹനത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ, ഈ വാഹനത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ്, ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് എന്നുള്ളതാണ്. വഴിനീളെ ഒരുപക്ഷെ പ്രവർത്തകർ അദ്ദേഹത്തിനെ കാത്തു നിൽക്കാനുള്ള സാഹചര്യം, സ്വീകരണം അല്ലെങ്കിൽ വലിയ തരത്തിൽ അഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ പോവുകയാണ് അദ്ദേഹം. പുറപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതീക്ഷയോടെയാണോ തിരുവനന്തപുരം തിരിച്ചെത്തും? എന്താണ് ഏതായാലും പ്രതികരിക്കാതെയാണ് ഒരു തരത്തിൽ, അതായത് ഒരു ചിരി മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചിരി മാത്രമാണ് VD സതീശൻ ഇപ്പോൾ നൽകി മടങ്ങുന്നത്. VD സതീശൻ കാറിൽ, അതായത് പോലീസ് അകമ്പടിയോടുകൂടി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർണായകം, ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിലേക്ക് പങ്കെടുക്കാൻ കൂടിയാണ് VD സതീശൻ പോകുന്നത്. പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യോഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ അദ്ദേഹം ഇപ്പോൾ
ആലുവയിലെ ദേശത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ആദ്യം തീരുമാനിച്ചിരുന്ന യാത്രാ പരിപാടികൾ മാറ്റിയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഒരു തരത്തിൽ, അതായത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വി.ഡി. സതീശൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇനി അദ്ദേഹത്തിനൊപ്പം പോകുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ നിരവധിയായ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന, അതായത് ഇന്നലെ രാത്രി വൈകി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അത്രയധികം പ്രവർത്തകരില്ല, എന്നാൽ പോലും നിരവധിയായ പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവർ എല്ലാം തന്നെ അദ്ദേഹം തിരിച്ചു വരും, മുഖ്യമന്ത്രിയെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവരെല്ലാവരും ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. ഏതായാലും പ്രവർത്തകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ്. എങ്ങനെയാണ്? തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയാണ്. 1-ാം നമ്പർ കാറിൽ ഈ വീട്ടിൽ തിരിച്ചെത്തണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനനായകനായിട്ട് തന്നെ അദ്ദേഹം ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഹൈക്കമാൻഡ് നിങ്ങളുടെ ഒരു പ്രതികരണം? അതായത് MLA-മാർ ഇപ്പോഴും മറുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതൊക്കെയാണ് വാർത്തകളൊക്കെ വരുന്നത്. ഇല്ല, അതല്ല. കഴിഞ്ഞ 5 വർഷക്കാലം വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഓരോ അഴിമതിയും കൃത്യമായി കൊണ്ടുവന്ന ഒരു നേതാവാണ് ശ്രീ വി.ഡി. സതീശൻ സാർ. അപ്പം അതിൻ്റെ ഒരു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞാലും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയിൽ വളരെ കൃത്യമായി ഉറച്ചിരുന്ന ഒരു നേതാവാണ് ശ്രീ സതീശൻ സാർ. അതായത് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് അറിയാണ്ട് 102 സീറ്റോടുകൂടിയാണ് ഈ UDF ഗവൺമെന്റ് അധികാരം കയറാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ശ്രീ വി.ഡി. സതീശനോടൊപ്പമാണ്. മുഖ്യമന്ത്രിയെ തിരിച്ചു വരുന്ന പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം 1-ാം നമ്പർ കാറിൽ തിരിച്ചു വരും. കാരണം വെച്ചാൽ ജനവികാരമുണ്ട്. ജനവികാരത്തെ മാറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ല. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 102 MLA-മാരുണ്ട്. ആ 102 MLA-മാർ എങ്ങനെ കിട്ടി എന്നുള്ളത് നേതൃത്വം ആലോചിക്കണം. കാരണം ഈ UDF-ന് വോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാർ മാത്രമല്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ UDF-ന്റെ അച്ചടക്കത്തോടുകൂടി പ്ലാൻ ചെയ്ത് നടത്തിയ ധീരോദാത്തമായ സമരത്തിന്റെയും അതുപോലെ പ്രതിഷേധത്തിന്റെയും ഫലമായിട്ട് ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളിൽ വോട്ട് കൊണ്ടിരുന്ന ആളുകൾ വരെ ഇത്തവണ UDF-ന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങൾ വരെ ഇത്തവണ UDF ജയിച്ചത്. ആ ജയിക്കാനുള്ള സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് ഈ 102 MLA-മാരിൽ അതിൽ നിന്നും ഒരാളെ തീർച്ചയായിട്ടും നേതാവായിട്ട് തെരഞ്ഞെടുക്കും. അത് ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കും. അത് ആ പാർട്ടി അംഗീകരിച്ചേ പറ്റുള്ളൂ. അതെന്തായാലും അംഗീകരിക്കും. അത് 100% അംഗീകരിക്കും. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചല്ലോ, ഈ വാഹനത്തിലൊക്കെ തന്നെ സ്റ്റിക്കർ അടിച്ചുകൊണ്ടാണ്, അതായത് വി.ഡി. സതീശൻ ഒരേ ഒരു നിലപാടിന്റെ ഒരേ ഒരു രാജാവ് എന്ന തരത്തിലുള്ള ചില ഫ്ലെക്സുകളൊക്കെ തന്നെ വാഹനത്തിലൊക്കെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സൈഡിൽ CM ലോഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ വാഹനത്തിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. CM ലോഡിംഗ്, അതായത് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന 1-ാം നമ്പർ കാറിന് സൈഡിലൂടെ വി.ഡി. സതീശൻ നടന്നു വരുന്ന ചിത്രമടക്കം കാറിൽ പതിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ വി.ഡി. സതീശനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധിയായ പ്രവർത്തകരുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നീക്കത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആശങ്കയ്ക്ക് വകയില്ലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയായി തന്നെ വി.ഡി. സതീശൻ ഈ വീട്ടിലേക്ക്, എറണാകുളം ജില്ലയിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ അവരൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അത് അംഗീകരിക്കണം. പാർട്ടി പ്രവർത്തകർ നിലയിൽ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയിൽ അത് അംഗീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് വകവയ്ക്കാത്ത കാര്യത്തിൽ, പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് നീക്കങ്ങൾ ഉണ്ടായാൽ അതും അംഗീകരിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തകരുടെ ഒരു മനസ്സ് പരുവപ്പെട്ടു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഏതായാലും അതിശക്തമായ ഒരു വികാരം വി.ഡി. സതീശന് വേണ്ടി ജനങ്ങൾക്കിടയിൽ, സാധാരണ പ്രവർത്തകർക്കിടയിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വികാരം അനുകൂലമാകും. അത് ഹൈക്കമാൻഡ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് കേൾക്കേണ്ടവർ അല്ലെങ്കിൽ പറയേണ്ടവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രവർത്തകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് കണക്കിലാണെങ്കിൽ ഏകദേശം 11 മണിയോടുകൂടി തന്നെ വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ വഴിയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ വഴിയരികിലെല്ലാം തന്നെ പ്രവർത്തകർ വലിയ തരത്തിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളവരെ, അനുയായികളൊക്കെ തന്നെ ഈ വാഹനത്തിന് പിന്നിലായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അഖില, ഏതായാലും ഈ ഘട്ടത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ വളരെ ചുരുക്കം പ്രവർത്തകർ മാത്രം, അവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ മടങ്ങിപ്പോകും. ഒരുപക്ഷേ പ്രഖ്യാപനം വന്നാൽ അനുകൂലമായാലും പ്രതികൂലമായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയാണ്. ഏതായാലും വി.ഡി. സതീശൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉള്ള ചോദ്യം. നേരത്തെ അവിടെ പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ 1-ാം നമ്പർ കാറിൽ അദ്ദേഹം തലസ്ഥാനത്ത് നിന്നും
എറണാകുളത്തേക്ക് എത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഒരുപക്ഷെ വി ഡി സതീശൻ എന്ന പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയതെങ്കിൽ വലിയ ആഘോഷങ്ങൾ അവിടെ ആലുവ ദേശത്തും ആ പരിസരത്തും ഒപ്പം സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തുന്നതെങ്കിൽ പ്രതിഷേധങ്ങളും ഒരുപക്ഷെ ഉണ്ടാകും. പക്ഷേ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അത് പാർട്ടി പ്രവർത്തകർ അനുസരിക്കും എന്നുള്ളത് അവിടെ നിന്ന് ഒരു പ്രവർത്തകൻ തന്നെ പറയുകയാണ്. പക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായി ഉണ്ടായ ചില പ്രതികരണങ്ങളുടെ ഭാഗമായി ചില പ്രതിഷേധങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും എല്ലാ കണ്ണുകളും ഇനി തലസ്ഥാനത്തേക്കാണ്. KPCCയിൽ 1 മണിക്ക് ചേരുന്ന പാർലമെന്ററി പാർട്ടി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്കാണ്. മുഖ്യമന്ത്രി ആര് എന്നുള്ളത് നേരത്തെ തന്നെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരനും VM സുധീരനും അടക്കമുള്ള നേതാക്കൾ വി ഡി സതീശന് അനുകൂലമായി ഹൈക്കമാൻഡിനോട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ വി ഡി സതീശൻ എന്ന ആ പേരിലേക്ക് തന്നെയാകും ഹൈക്കമാൻഡ് എത്തുന്നത്. ഏതായാലും ആരാണ് ആ തലപ്പത്തെത്തുന്ന ആൾ എന്നുള്ളത് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ആ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിയമസഭാ യോഗത്തിന് ശേഷമായിരിക്കും ലീഗ് നേതാക്കൾ യോഗം ചേരുക. കോൺഗ്രസ് തീരുമാനം വരുന്നതിനനുസരിച്ച് നിലപാടെടുക്കാൻ കഴിഞ്ഞ ദിവസം പാണക്കാട് ചേർന്ന നേതൃയോഗം സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. TK അരവിന്ദനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുക. അരവിന്ദൻ, കഴിഞ്ഞ ദിവസം നേതൃയോഗം ചേർന്നിരുന്നു, ചില തീരുമാനങ്ങൾ അവർ എടുത്തിരുന്നു. ഇനി മുഖ്യമന്ത്രി ആര്, തങ്ങൾ അനുകൂലിക്കുന്ന ആള് തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ട്. അതിനെല്ലാം ഉത്തരം 1 മണിക്ക് ചേരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷമാണ് ലീഗ് നേതൃയോഗം. മന്ത്രിമാർ എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കുമല്ലോ ചർച്ച പോവുക. അഖില, തീർച്ചയായും മുഖ്യമന്ത്രി ആര് എന്നുള്ളതിന്റെ ഒരു പിരിമുറുക്കം മലപ്പുറത്തുമുണ്ട്. മുസ്ലിം ലീഗിന് ഇതിൽ പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എന്തായാലും വി ഡി സതീശനൊപ്പമാണ് മുസ്ലിം ലീഗിന്റെ മനസ്സ്. അക്കാര്യം കൃത്യമായി അവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് വലിയ വിവാദങ്ങളിലേക്ക് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇത് ചൂണ്ടിക്കാട്ടിയാണ് വി ഡി സതീശന് അനുകൂലമായി നീക്കങ്ങൾ നടത്തിയിരുന്നത്. UDF പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഇത്തരമൊരു താല്പര്യമുണ്ട്, മറിച്ചൊരു തീരുമാനമുണ്ടെന്ന് വി ഡി സതീശനല്ലാതെ മറിച്ചൊരു തീരുമാനമുണ്ടാകുന്നത് ഘടകകക്ഷികൾക്ക് ഇഷ്ടപ്പെട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് അവർ അവിടെ ഒരു സമ്മർദ്ദതന്ത്രമായി ഉയർത്തിക്കാട്ടിയിരുന്നത്. പക്ഷേ ഇത് കേരളത്തിൽ മുസ്ലിം ലീഗിന് എതിരായുള്ള ചില വികാരങ്ങളും ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം NSSന്റെ പ്രസ്താവന നമുക്കറിയാം. ഇത്തരത്തിലുള്ള പിരിമുറുക്കങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം നേതൃയോഗം ചേർന്നത്. ആ തീരുമാനം എന്തായാലും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ആരായാലും മുസ്ലിം ലീഗ് അംഗീകരിക്കും. പക്ഷേ മുസ്ലിം ലീഗിന്റെ മനസ്സിൽ ഈ വി ഡി സതീശിനൊപ്പം ആണ് എന്നുള്ളതാണ് കാര്യം. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് യോഗം ചേരും. ഇത് ഒരു ഔദ്യോഗിക യോഗമല്ല. അവരുടെ തീരുമാനത്തിൽ ഇന്നലെ തന്നെ തീരുമാനമെടുക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവസാന സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രമുഖ നേതാക്കളെല്ലാം പാണക്കാട് ചേരും. അതിനുശേഷം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി UDF ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗ് നേതൃത്വം ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഘടകകക്ഷി MLA-മാരോടൊക്കെ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLA-മാരോടൊക്കെ ഒരു യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗ് നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടി മുസ്ലിം ലീഗ് നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാന ഘടകം കോൺഗ്രസിന്റെ തീരുമാനം വന്നാൽ അത് UDF-ൽ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ചർച്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം വരും. അതിനുശേഷം എത്ര മന്ത്രിമാരെ കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ചർച്ചയ്ക്ക് വരും. അതിനുശേഷമായിരിക്കും മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പ്രഖ്യാപനമെല്ലാം ഉണ്ടാവുക. എന്തായാലും മന്ത്രിമാരെ പ്രഖ്യാപിക്കാനായി സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് 4 പേരുകളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഒരു സംശയമില്ല മന്ത്രിസഭയിൽ 2ാമനായിട്ടുണ്ടാവും. ബാക്കിയുള്ള സ്ഥാനങ്ങൾ ആർക്കെല്ലാം നൽകണമെന്നുള്ളതാണ് ഒരു പ്രധാന ചർച്ചാ വിഷയം. ഇക്കാര്യത്തിൽ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനുണ്ട്, ഏറനാട് MLA PK ബഷീറുണ്ട്, അതുപോലെ കോട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്, വേങ്ങരയിൽ നിന്നുള്ള MLA KM ഷാജിയുണ്ട്, ഒപ്പം തന്നെ കോഴിക്കോട് നിന്നുള്ള പാറക്കൽ അഷ്റഫ് ഉണ്ട്. ഇങ്ങനെ 5 പേരുകളാണുള്ളത്. ഇതിൽ 4 പേരെ തെരഞ്ഞെടുക്കേണ്ടി വരും. ഇത് ആർക്കൊക്കെയാണ് മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ള അന്തിമമായി തീരുമാനിക്കാനാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ തീരുമാനം വരുന്നതിന് മുറയ്ക്ക് ആ തീരുമാനമെടുക്കാൻ മണിക്കൂറുകൾക്കകം തീരുമാനമെടുക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സാധിക്കും. ലിസ്റ്റ് എല്ലാം ഭദ്രമാണ്. അതിലൊരു തീരുമാനം പ്രഖ്യാപിക്കുന്ന സാഹചര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് ലീഗ് നേതൃത്വം.
അഖില. ശരി, അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര്, തങ്ങൾ പിന്തുണയ്ക്കുന്ന വി ഡി സതീശൻ തന്നെയാണോ എന്നുള്ള ചോദ്യമാണ് ലീഗ് നേതൃത്വത്തിന് മുന്നിലുമുള്ളത്. ഒരുപക്ഷെ ഇനി അതല്ലെങ്കിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. മന്ത്രിമാരൊക്കെ എന്നുള്ള കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ലീഗ് തീരുമാനം എടുക്കും എന്നാണ് കരുതുന്നത്. അവരുടെ യോഗം ചേരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ UDF കക്ഷി നേതാക്കളുടെ യോഗത്തിലും ലീഗ് നേതാക്കൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളൊപ്പം മന്ത്രിമാരുടെ തീരുമാനം, കോൺഗ്രസിന്റെ കാര്യങ്ങൾ അങ്ങനെ, UDFന്റെ കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ മറുവശത്തും വലിയ പ്രതിഷേധം വിമർശനമൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത് കടുത്ത വിമർശനമാണ്. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോഴും അത്തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് നിശിതമായ വിമർശനം ഉയർന്നിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുകൂടി സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി ചേർന്ന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ട് സംസ്ഥാന സമിതിയിലേക്ക് നൽകിയിട്ടുണ്ട്. രജിത് കുമാർ ചേരുകയാണ്. രജിത്, നേരത്തെ തന്നെ അണികളിലെ, അതായത് താഴെത്തട്ടിലെ അണികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം നേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നു. ഈ കണ്ണൂരിലെ പടലപ്പിണക്കങ്ങൾ സംസ്ഥാന വ്യാപകമായി CPMന്റെ പരാജയത്തിലേക്ക് നയിച്ചു എന്നുള്ള വിമർശനം കൂടി ഉയർന്നിട്ടുണ്ടല്ലോ. ഈ സംസ്ഥാന സമിതിയിൽ വന്ന മറ്റു വിമർശനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ 2 ദിവസമായാണ്, ഇന്നലെയാണ് സംസ്ഥാന സമിതി ഇന്നലെയും ഇന്നുമായാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നിരുന്നു. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് അടിമുടി വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നിരുന്നു. അതിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതാണ്. അത് പ്രകാരമാണ് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയും ചേർന്ന് ഇന്നുകൂടി സംസ്ഥാന സമിതിയുണ്ട്. സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തന്നെ കൃത്യമായി തന്നെ വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സമിതിയിലേക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. അടിമുടി വീഴ്ച പാർട്ടിക്കുണ്ടായി എന്ന കാര്യമാണ് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിലെ കലാപം തന്നെയാണ് സംസ്ഥാനത്തിന് വലിയൊരു തിരിച്ചടിയായി മാറിയത് എന്ന കാര്യം കൂടി ഈ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സമിതി ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതിയിലും ഇത്തരം വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വന്നു. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് PM ശ്രീ വിവാദവും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതായാണ് ഈ നേതാക്കൾ വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് BJPയുമായി ഈ PM ശ്രീ വിവാദം ഉയർത്തിക്കൊണ്ട് വന്നത്. അക്കാര്യത്തിൽ ഒരു കൗശലത്തോടു കൂടിയുള്ള ഒരു ഇടപെടലാണ് CPI നടത്തിയത് എന്നാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ അത് ഒരു PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെയും തന്നെ UDFന് ശക്തി പകരുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ. കാര്യം BJPയുമായി CPMന് ഒരു ഡീലുണ്ട് എന്നത് സംബന്ധിച്ച് ആരോപണം ശക്തിപ്പെടുത്തുന്നതിന് ഈ PM ശ്രീ വിവാദം പ്രധാനപ്പെട്ട കാര്യമായി മാറി എന്നാണ് യോഗത്തിൽ ആരോപണങ്ങൾ ഉയർന്നത്. ഒപ്പം തന്നെയാണ് കണ്ണൂരിലെ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനം PK ശ്യാമളയുടെയും അതുപോലെ തന്നെ K മസൂദിൻ്റെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് വലിയ തിരിച്ചടിയായി മാറിയത് എന്ന വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് UDFിലേക്ക് പോകുന്നു എന്ന ഒരു ആശങ്ക, അത് അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി വന്നത് ഈ തോൽവിക്ക് ആക്കം കൂട്ടി എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഇക്കാര്യത്തിലൊരു തുറന്ന ചർച്ച വേണം എന്നതാണ്. ആ തുറന്ന ചർച്ചയ്ക്കാണ് ഇപ്പോൾ 2 ദിവസത്തെ സംസ്ഥാന സമിതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ സംസ്ഥാന സമിതിയിൽ ഇക്കാര്യത്തിൽ ഒരു തുറന്ന ചർച്ച തന്നെ നടക്കുന്നുണ്ട് എന്ന കാര്യവും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഈ നേരത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ, ആ സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെ വിഷയങ്ങളാണോ ഉയർന്നു വന്നത് ആ റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ സംസ്ഥാന സമിതിയിലേക്ക് കൈമാറി സംസ്ഥാന സമിതി ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. താഴേക്കിടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു പ്ലീനം വിളിച്ചു ചേർത്തുകൊണ്ട്, പാർട്ടി പ്ലീനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ തിരുത്തലുകളും നിർദ്ദേശങ്ങളും ഉണ്ടാകണം എന്ന ആവശ്യമാണ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ഇന്നും സംസ്ഥാന സമിതി തുടരും. കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെയാണ് ഇന്നലെയും ഇന്നുമായി സംസ്ഥാന സമിതി യോഗം തുടരുന്നത്. ശരി, രജിത് സൂചിപ്പിച്ചതുപോലെ അതായത് ഏറ്റവും സംഘടനാ വീഴ്ച ഉണ്ടായി എന്നുള്ള വിമർശനം ഉണ്ടായി. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തിരുത്തൽ ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായിരിക്കുന്നു. അതൊരു പക്ഷേ വലിയൊരു മുന്നേറ്റത്തിലേക്കുള്ള വഴി തുറക്കും എന്നത് അങ്ങനെയാണ് കരുതേണ്ടത്. ഇനി
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആഗോള രാഷ്ട്രീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ട വാർത്തയിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ദ്വിദിന സന്ദർശനത്തിനായി ട്രംപ് കഴിഞ്ഞ ദിവസം ബീജിംഗിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യൻ സംഘർഷവും ആഗോളതലത്തിലെ ഇന്ധന പ്രതിസന്ധിയും ചർച്ചയാകും. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ചൈനയുടെ സഹായം തേടുകയാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈന വഴി സമ്മർദ്ദം ചെലുത്തി സമാധാന കരാർ സാധ്യമാക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യം ട്രംപ് നിഷേധിച്ചിട്ടുണ്ട്. റഷ്യയുമായുള്ള ചൈനയുടെ സ്വാധീനം വെച്ച് യുക്രൈനും വിഷയത്തിലും ചൈനയോട് മധ്യസ്ഥത ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു US പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. വ്യാപാര സംബന്ധമായ കാര്യങ്ങളാണ് പ്രധാനമായും ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുകയെന്ന് ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇനി കുട്ടനാട്ടിലേക്ക് വന്നാൽ, കുട്ടനാട്ടിൽ ഇക്കുറി നെൽകൃഷി വിളവെടുപ്പിൽ വലിയ നഷ്ടമുണ്ടായതായാണ് കൃഷിവകുപ്പിന്റെ കണ്ടെത്തൽ. പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ ഓരുവെള്ള ഭീഷണിയും കൊടും വരൾച്ചയും കുട്ടനാട്ടിൽ ഇത്തവണ 5000 ഏക്കറിലധികം നിലത്ത് വിളവെടുപ്പിൽ ശരാശരി 40 മുതൽ 50% വരെ കുറവുണ്ടാക്കിയതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ജില്ലയിലെ പ്രധാന പാടങ്ങളിലെ ആദായം കണക്കാക്കിയുള്ളതാണ് ഈ റിപ്പോർട്ട്. വൃശ്ചികവേലിയേറ്റവും ഓരുമുട്ടുകൾ വഴി ഓരുവെള്ളം പാടങ്ങളിലും ഇടത്തോടുകളിലും കയറാൻ ഇടയായതാണ് നെൽച്ചെടികൾ കരിയാനും വളർച്ച മുരടിച്ച് ആദായം കുറയാനും കാരണമായതെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ആദ്യം വിള നടക്കുന്നതും ആദായത്തിൽ മുന്നിൽ നിൽക്കുന്നതുമായ പാടങ്ങളിൽ മുൻകാലങ്ങളിൽ ഏക്കറിന് 30 മുതൽ 35 ക്വിൻ്റൽ വരെ വിളവ് ലഭിച്ചിരുന്നു. വരൾച്ചയും ഉഷ്ണതരംഗവും രൂക്ഷമായിട്ടും മുൻവർഷം ഇവിടങ്ങളിലെ വിളവിൽ കാര്യമായ കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ കായൽ നിലങ്ങളിൽ ഉൾപ്പെടെ നെല്ലുൽപാദനത്തിൽ നല്ല കുറവുണ്ടായതായാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. ഇടത്തോടുകളിൽ വെള്ളം നിറച്ചും പാടങ്ങളിൽ നല്ല വെള്ളം കയറ്റിയിറക്കിയും ഓരുവെള്ളത്തെ കൃത്യമായി നിയന്ത്രിച്ച പാടങ്ങൾക്കാണ് വെല്ലുവിളികളെ അതിജീവിച്ചും തരക്കേടില്ലാത്ത വിളവ് നേടാനായത്. വിത കഴിഞ്ഞ് ഞാറ് വേരുറയ്ക്കും മുമ്പ് പാടങ്ങളിലേക്ക് ഓരുവെള്ളം കയറിയത് നെൽച്ചെടിയുടെ വളർച്ചയെയും വിളവിനെയും ബാധിച്ചു. നേരത്തെ കൃഷിയിറക്കിയ പാടശേഖരങ്ങളിൽ ഇത്തവണ വിളവിൽ ഏക്കറിന് 2 മുതൽ 5 ക്വിൻ്റലിന്റെ വരെ കുറവുണ്ട്. കൃത്യസമയത്ത് ഓരുമുട്ടുകൾ സ്ഥാപിക്കാനും ആവശ്യം കഴിഞ്ഞാൽ അവ നീക്കം ചെയ്യാനും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. ഇനി താമസിച്ച് വിള നടത്തിയ പാടശേഖരങ്ങളിലെ കണക്കുകൾ കൂടി ലഭ്യമാകുമ്പോൾ വിളവ് നഷ്ടം ഇനിയും ഉയരാനാണ് സാധ്യത. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം. കൊട്ടൂർ സ്വദേശിയായ 9 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അനഘ വിവരങ്ങൾ നൽകും. അനഘ, അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. 9 വയസ്സുകാരൻ എങ്ങനെയാണ് രോഗം ബാധിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ? വിവരങ്ങൾ. ഇന്നലെയാണ് ഈ കോട്ടൂർ സ്വദേശിയായിട്ടുള്ള 9 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. തുടർന്ന് ആരോഗ്യനില കുറച്ച് വഷളായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ 9 വയസ്സുകാരനെ പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ ഭേദം ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടി ഈ മലിനജലത്തിലടക്കം കുളിച്ചിരുന്നു, അല്ലെങ്കിൽ വെള്ളം കെട്ടിനിന്ന പ്രദേശത്ത് വെള്ളം കെട്ടിനിന്ന തോട് പോലെയുള്ള ഒരു ഭാഗത്ത് കുളിച്ചിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും അധികം അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിരവധി ആളുകൾക്ക് നിർഭാഗ്യവശാൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പ് നിരന്തരം ജാഗ്രത തന്നെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഈ മലിനജലത്തിലടക്കം കുളിക്കരുത്. ഇത് വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഈ വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ കുളിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ കുളിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളിലടക്കം ക്ലോറിൻ ചെയ്യാത്ത ഈ സ്വിമ്മിംഗ് പൂളുകളിലടക്കം കുളിക്കരുത് എന്നതടക്കമുള്ള നിരന്തര ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നമുക്ക് നൽകുന്നതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു 9 വയസ്സുകാരനും കൂടി ഇന്നലെ കൊട്ടൂർ സ്വദേശിയായിട്ടുള്ള ഒരു 9 വയസ്സുകാരനും കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടിട്ടുണ്ട്. ശരി, അനഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ കുളത്തിലും അങ്ങനെയൊക്കെ കുളിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു.
അകമലവാരം സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ആതിര രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ആതിര, ഈ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഒരു നിയന്ത്രണവും വരുത്താൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. വിവരങ്ങൾ. അഖില, പാലക്കാട് നിന്നും അതിദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളിത്താരാമ്പറ്റ കോളനി സ്വദേശിയായിട്ടുള്ള ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4:30 സംഭവം. വീടിന് മുന്നിൽ കിടന്നുറങ്ങുകയായിരുന്നു ചന്ദ്രൻ. ഈ കിടന്നുറങ്ങുകയായിരുന്ന സമയത്തായിരുന്നു കാട്ടാന ആക്രമിച്ച് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത്. മൃതദേഹം നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ സ്ഥിരമായിട്ട് ചന്ദ്രൻ ഇത്തരത്തിൽ പുറത്ത് ഈ വേനൽക്കാലം ആയതുകൊണ്ട് ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇത്തരത്തിൽ പുറത്ത് കിടന്നുറങ്ങുന്നത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ സംഭവിച്ചിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു രണ്ടുപേരും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഈ ഒരു ആക്രമണ സമയത്ത് തന്നെ ശബ്ദം കേട്ട് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. പുലർച്ചെ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ചന്ദ്രനെ ആന ആക്രമിച്ചത്. ഇനി കോഴിക്കോടേക്കാണ് വീണ്ടും പോകുന്നത്. കോഴിക്കോട് പെരുവണ്ണാമൂഴി വനത്തിൽ ഡിജിറ്റൽ സർവേ സംഘം കുടുങ്ങിയതായുള്ള വിവരം പുറത്തുവരികയാണ്. 4 റവന്യൂ വകുപ്പ് ജീവനക്കാരും 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമടക്കം 7 പേരാണ് കാട്ടിൽ കുടുങ്ങിയിട്ടുള്ളത്. വനംവകുപ്പ് രാവിലെ തെരച്ചിൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അനഘ വിവരങ്ങൾ നൽകും. അനഘ, എങ്ങനെയാണ് ഈ സംഘം ഈ വനത്തിനുള്ളിൽ കുടുങ്ങിയത്? ഇവരുടെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? നിലവിൽ ഇന്നലെയാണ് ഈ വനംവകുപ്പ് സംഘവും അതുപോലെ തന്നെ റവന്യൂ സംഘവും ഇവർ 7 പേരടങ്ങുന്ന ഒരു സംഘമായി ഡിജിറ്റൽ സർവേക്കായാണ് ഈ കാട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. തുടർന്ന് വൈകിട്ട് ഒരു 4 മണിയോടുകൂടി സംഘവുമായി പിന്നീട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പുറത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടുവാൻ വേണ്ടി സാധിക്കാത്തതിനെ തുടർന്നാണ് ഇവർ കാട്ടിനുള്ളിൽ അകപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വനംവകുപ്പ് അധികൃതർ ഈ സംഭവ സ്ഥലത്ത് പരിശോധനകളടക്കം നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാലാവസ്ഥ ദുഷ്കരമായതിനാൽ ഇന്നലത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി തന്നെ വനംവകുപ്പ് 3 ടീമുകളായിട്ടാണ് ഈ തിരച്ചിൽ പുനരാരംഭിച്ചത്. ഈ ചക്കിട്ടപാറ പഞ്ചായത്തിലെ പൂഴിത്തോട് കരിങ്കണ്ണി ഭാഗത്ത് വഴിയാണ് ഇവർ ഈ ഡിജിറ്റൽ സംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഏതായാലും സംഘത്തിലുള്ളത് വടകരയിലെ റവന്യൂ ഉദ്യോഗസ്ഥരായ അരുൺ, ഭരത്, പ്രശാന്ത്, അഖിൽ എന്നിവരും പെരുവണ്ണാമുഴിയിലെ ഫോറസ്റ്റ് വാച്ചർമാരായ രവി, ബാലൻ, ഷാരോൺ എന്നിവരുമാണ് ഈ വനം വകുപ്പിനുള്ളിൽ ഈ വനത്തിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഏതായാലും 3 വിഭാഗങ്ങളായി ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കരിങ്കണ്ണി, കക്കയം, വയനാട് ഭാഗത്ത് നിന്ന് 3 സംഘങ്ങളായിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ തുടരുക. ഇവർക്ക് ആവശ്യമെങ്കിൽ പോലീസിന്റെയും അഗ്നിശമന സംഘത്തിന്റെയും സഹായങ്ങളടക്കം തേടും എന്നാണ്. ആവശ്യമെങ്കിൽ ഈ ഡ്രോണുകളടക്കം ഉപയോഗിച്ചിട്ടുള്ള ഒരു തിരച്ചിലിനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ വയനാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ സർവേ നടക്കുന്നത്. ആ പ്രദേശത്തേക്കാണ് ഇന്നലെ രാവിലെയോടുകൂടി ഈ സംഘം 7 സംഘം പോയത്. തുടർന്ന് ഒരു 4 മണിയോടുകൂടി ഈ സംഘവുമായുള്ള ബന്ധം അവസാനിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അനഘയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രശ്നവും ഉണ്ടാവാതെ അവരെ കണ്ടെത്താൻ കഴിയട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇനി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പുനഃപരീക്ഷ എന്ന് നടത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വരും ആഴ്ചകളിലെ മിക്ക ഞായറാഴ്ചകളിലും മറ്റ് ദേശീയ സംസ്ഥാനതല പ്രവേശന പരീക്ഷകൾ നിശ്ചയിച്ചിട്ടുള്ളതിനാൽ പുതിയൊരു തീയതി കണ്ടെത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വെല്ലുവിളിയാണ്. സർക്കാർ സ്കൂളുകളും കോളേജുകളും പരീക്ഷാ കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്നതിനാൽ ഞായറാഴ്ചകളിൽ മാത്രമേ പരീക്ഷ നടത്താൻ കഴിയൂ എന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. നിലവിലെ സാഹചര്യത്തിൽ ജൂൺ പകുതിയോടെ പുനഃപരീക്ഷ നടത്തുകയും ജൂലൈയോടെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്താൽ പോലും കൗൺസിലിംഗ് നടപടികൾ ഓഗസ്റ്റിലേക്ക് നീളും. ഇത് MBBS അധ്യയന വർഷം കുറഞ്ഞത് 2 മാസമെങ്കിലും വൈകാനിടയാക്കുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പുനഃപരീക്ഷയ്ക്കെതിരെ ചില രക്ഷാകർതൃ സംഘടനകൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതും നടപടികൾ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. കാസർഗോഡ് പീലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പാതയോരങ്ങളിൽ നാട്ടുമാവുകൾ നിറഞ്ഞ കാഴ്ചയും മാമ്പഴ മധുരവുമാണിപ്പോൾ. 12 വർഷങ്ങൾക്കിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ പൈതൃകം നാട്ടുമാവ് സംരക്ഷണ പദ്ധതിയുടെ മധുരം നുകരുകയാണ് പീലിക്കോട് ഗ്രാമം.
നാട്ടുമാന്തോപ്പിന്റെ തണലും മധുരമാമ്പഴങ്ങളുടെ രുചിയും സമ്മാനിക്കുന്നതാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൈതൃകം നാട്ടുമാവ് സംരക്ഷണ പദ്ധതി. പിലിക്കോട് കാലിക്കടവിൽ നിന്ന് തുടങ്ങി മാണിയാട്ട് വരെ നീളും പാതയോരങ്ങൾക്ക് ഇരുവശത്തുമായുള്ള നാട്ടുമാവുകളുടെ നീണ്ട കാഴ്ച. ഗ്രാമങ്ങളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 തുടങ്ങിയ പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി ഇതിനകം 1000-ഓളം നാട്ടുമാവുകൾ നട്ടു വളർത്തിയിട്ടുണ്ട്. മാവുകളിൽ നിന്ന് മാങ്ങ പറിച്ചെടുത്ത് നാട്ടുമാമ്പഴങ്ങളുടെ രുചിഭേദങ്ങൾ നുകരണമെങ്കിൽ പിലിക്കോടിന്റെ ഗ്രാമവഴികളിലൂടെ നമുക്ക് കടന്നു പോകാം. പൈതൃകം നാട്ടുമാവ് പദ്ധതിയിലൂടെ നാട്ടുകാർക്ക് മാങ്ങ ലഭിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. നല്ല മാവുകള് പഴയ കാലത്ത് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അത് കുറ്റിയേറ്റ് പോയപ്പോൾ അത് സംരക്ഷിക്കണം എന്നൊരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നത്. പിന്നെ പേരറിയാത്ത ഈ ചെറിയ കണ്ണിമാങ്ങ ഇവിടെ ഒരു മാവുണ്ട്, അത് ഭയങ്കരമായിട്ട് പിടിക്കും, നല്ലോണം പിടിക്കും. ഇത് പഴുക്കാൻ നിൽക്കാറില്ല. ഇതിൻ്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് പഴുക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ല. ഇത് അത്രയും രസകരമായതുകൊണ്ട് ആളുകൾക്ക് ഇതിപ്പോൾ ആരെങ്കിലും ഒരു ലേലം ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ അത് ഫലപ്രദമായി സംരക്ഷിക്കുകയോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറ്റ്യാട്ടൂർ മാങ്ങ, കുഞ്ഞിമംഗലം മാങ്ങ, പുളിയൻ മാങ്ങ, കപ്പമാങ്ങ, നീലം മാങ്ങ, ഗോമാങ്ങ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങളാൽ സമൃദ്ധമാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ പൈതൃകം നാട്ടുമാവ് സംരക്ഷണം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വെള്ളവും വളവും നൽകിയാണ് 100 കണക്കിന് നാട്ടുമാവുകൾ ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ച് വളർത്തിയത്. 10 വർഷങ്ങൾക്കപ്പുറം പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ പൈതൃകം നാട്ടുമാവ് പദ്ധതി ഇന്ന് നാട്ടുകാർക്ക് മധുരമാമ്പഴങ്ങൾ സമ്മാനിക്കുന്ന പദ്ധതിയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് പിലിക്കോട് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. കടവും ബാധ്യതകളും ശമ്പള പ്രതിസന്ധിയും തിരിച്ചടി നൽകിയ ഖാദി മേഖല പുതിയ സർക്കാരിന്റെ വരവിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ്. റിബേറ്റ് കുടിശ്ശിക ഇനത്തിൽ കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രം കഴിഞ്ഞ സർക്കാർ 7 കോടിയാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. തുച്ഛവരുമാനക്കാരായ ഖാദി നൂൽനൂൽപ്പ് നെയ്ത്തു തൊഴിലാളികളുടെ വേതനം 7 മാസത്തിലേറെയായി കുടിശ്ശികയാണ്. ഖാദി നെയ്ത്തു കേന്ദ്രങ്ങളിൽ ഓരോ ദിനവും ഇഴ ചേർത്ത് നെയ്തെടുക്കുന്ന അധ്വാനത്തിന് പക്ഷേ അർഹമായ വേതനം തൊഴിലാളികളിലേക്ക് എത്താറില്ല. കയ്യും മെയ്യും മറന്ന് തറികൾക്കും നൂലുകൾക്കും മീതെ കെട്ടുപിണഞ്ഞു കിടന്നാലും ഒരു മാസം ലഭിക്കുന്നത് 4000 രൂപ വരെ മാത്രമാണ്. ഖാദി ബോർഡ് നൽകുന്ന ഒരു വിഹിതം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെങ്കിലും സർക്കാർ വിഹിതം കഴിഞ്ഞ 7 മാസത്തോളമായി കുടിശ്ശികയാണ്. 7 മാസമായി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ അത് മാസത്തിൽ കൂലിയോടൊപ്പം ഞങ്ങൾക്ക് കിട്ടിയാൽ അത് വളരെ ഉപകാരമായിരുന്നു. ഖാദി മുണ്ടുകൾ നെയ്യുന്ന ചേളന്നൂരിലെ നെയ്ത്തു കേന്ദ്രത്തിൽ 50-ലേറെ വനിതകൾ ജോലി ചെയ്യുന്നുണ്ട്. 50 വർഷം സർവീസുള്ള വനിതാ തൊഴിലാളികൾ വരെയുള്ള നെയ്ത്തു കേന്ദ്രമാണിത്. ഒരു ദിവസം 2 മുണ്ടുകൾ വരെ നെയ്താൽ 240 വരെയാണ് ഇവർക്ക് ലഭിക്കുക. നൂല് പുഴുങ്ങിയെടുക്കുന്നത് മുതൽ ചുറ്റിയെടുക്കുന്നതുൾപ്പെടെ മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനമാണ് ഇവർക്ക് പിന്നിലുള്ളത്. കൂലി വളരെ തുച്ഛമായ കൂലി തന്നെയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്ക് കിട്ടുകയാണെങ്കിൽ കൂലിക്ക് മറ്റേ പൂരകവും കൂടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. റിബേറ്റ് കുടിശ്ശിക ഇനത്തിൽ കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രം കഴിഞ്ഞ സർക്കാർ 7 കോടിയാണ് കുടിശ്ശിക ഇനത്തിൽ മാത്രം നൽകാനുള്ളത്. സംസ്ഥാന തലത്തിൽ 54 കോടി വരെ നൽകാനുണ്ട്. മേളകൾ നടക്കുമ്പോൾ വിലക്കിഴിവിലായി നൽകുന്ന തുക പിന്നീട് ഖാദി സംഘങ്ങൾക്ക് സർക്കാർ വിതരണം ചെയ്യുന്നത് പതിവാണ്. ഇതാണ് കുടിശ്ശികയായിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി റിബേറ്റിൽ വലിയൊരു കുടിശ്ശികയാണ് കേരളത്തിലെ ഖാദി സ്ഥാപനങ്ങൾക്കുള്ളത്. കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രമായി 7 കോടിയോളം രൂപ റിബേറ്റ് ഇനത്തിൽ കിട്ടുവാനുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ 60 കോടിക്ക് മുകളിലായി റിബേറ്റ് കുടിശ്ശിക നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ഖാദി മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. കോടികളുടെ കുടിശ്ശികയാണ് കഴിഞ്ഞ സർക്കാർ ഖാദി മേഖലയ്ക്ക് മാത്രം നൽകാനുള്ളത്. ഇത് പരമ്പരാഗത നെയ്ത്തു തൊഴിലാളികളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ തങ്ങളുടെ പ്രശ്നം ആദ്യം പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇപ്പോഴുള്ള ഭജന സംഘങ്ങളുടെ തുടക്കം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നാണെന്ന് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഗുരുവായൂരിൽ നടക്കുന്ന രാമരാമ പാഹിമാം രാമഭക്ത സംഗമം പരിപാടികളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തിയതായിരുന്നു അദ്ദേഹം. മിന്നൽവള എന്ന തന്റെ സൂപ്പർ ഹിറ്റ് ഗാനത്തിനും സീതാദേവിയുമായി ബന്ധമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ഗാനശാഖയിൽ ഒരു തരത്തിലുള്ള ആമുഖവും മുഖവരിയും വേണ്ടാത്ത ഒരാളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. തിരുമേനിക്ക് അസംഖ്യം പാട്ടുകൾ
തലമുറകളെ ഭ്രമിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന പാട്ടുകൾ. ഒരിടത്തും ഇനി ഒന്നും ഗാനശാഖയിൽ അദ്ദേഹത്തിന് തെളിയിക്കാനില്ല. അത്രയ്ക്ക് വളരെ മനോഹരമായ വരികൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്നും നമ്മുടെ ന്യൂജൻ എഴുത്തുകാരോടൊപ്പം തന്നെ തല ഉയർത്തി തന്നെ ആ മേഖലയിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പാട്ടുകൾ അദ്ദേഹം എഴുതുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഇപ്പം നമുക്ക് വേറൊരു ചില സംഗീത ശാഖയുടെ മറ്റൊരു കൈവഴിയുമായാണ് അദ്ദേഹം സഹകരിച്ചെത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ഉദ്യമം അത് എന്താണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്? ഞാൻ വന്നത് ഹരിനാരായൺജിയുടെ ഒരു രാമപാഹ്യമം എന്ന ഗുരുവായൂർ നടക്കുന്ന മെയ് 15 മുതൽ 17 വരെ നടക്കുന്ന ഒരു രാമഭക്ത സംഗമത്തിൻ്റെ കാര്യമായിട്ടാണ് വന്നത്. ഹരിനാരായൺജി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും. എന്താണ് പ്രധാനമായിട്ട് ഈ ഒരു ഇത് ലക്ഷ്യം വെക്കുന്നത്? ഈ രാമപാഹിമാം എന്നുള്ള രാമഭക്ത സംഗമം, രാമനാമം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ഹൃദയ താളമാണെന്ന്. നമ്മുടെ മുൻ തലമുറകൾ മുഴുവൻ രാമനാമം ജപിച്ചിട്ടാണ്, അത് കേട്ടിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ ഓരോ മണൽ തരിയും രാമമന്ത്രമേൽക്കാത്തതും അതുപോലെ തന്നെ രാമപാദ സ്പർശമേൽക്കാത്തതുമായിട്ട് ഇല്ല. അപ്പോൾ ആ ഒരു രാമൻ്റെ ആ അമൃതധാര യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, വേർ അയോധ്യ മീറ്റ്സ് കേരള ദി ഇറ്റേണൽ സനാതൻ ധർമ്മ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ രാമഭക്ത സംഗമം ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്നത്. മെയ് മാസം 15, 16, 17 തീയതികളിലാണ്. അപ്പോൾ അതിൽ കെ മുഹമ്മദ് സാറിനെ പോലെ, അതുപോലെ തന്നെ TP ശശികുമാറിനെ പോലെ ഒക്കെയുള്ള പ്രഗത്ഭർ വന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അയോധ്യയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് വിധി എഴുതിയ ജസ്റ്റിസ് സുധീർ അഗർവാൾ ഈ സമാപന സഭയിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 1008 അമ്മമാർ നേതൃത്വം കൊടുക്കുന്ന രാമഗായത്രി ജപം, 1008 അമ്മമാർ നേതൃത്വം കൊടുക്കുന്ന ആദിത്യഹൃദയ ജപം, അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ശ്രീരാമ കോദണ്ഡ പൂജ, അതായത് രാമൻ്റെ ആയുധമായിട്ടുള്ള കോദണ്ഡത്തെ പൂജിക്കുന്ന ആ ഒരു പൂജ ഒക്കെ, അങ്ങനെ ഒട്ടേറെ എന്താ പറയുക ഭക്തിയും അറിവും ഒക്കെ സംഗമിക്കുന്ന ഒരു മഹാസംഗമമാണ് ഈ രാമപാഹിമ. അതിലും അത്തരം ഉദ്യമങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി തിരുമേനിയുടെ ഓർക്കുകയാണ്. ഏറ്റവും അവസാനം ഹിറ്റായ പാട്ട് മിന്നൽവള കയ്യിലിട്ട പൊന്നഴുക, ആ പാട്ടിനകത്ത് സീതാദേവിയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ആ പ്രത്യേകതയുള്ളത്? അത് ഈ രാവണനെ കീഴടക്കി രാവണൻ്റെ മരണത്തിന് ശേഷം രാവണൻ്റെ ഈ പുഷ്പക വിമാനമായിട്ടാണ് ഇവർ തിരിച്ചു പോകുന്നത് അയോധ്യയിലേക്ക്. അപ്പോൾ പോകുമ്പോൾ സീത ആഹ്ലാദം കൊണ്ട് ഈ കൈ പുറത്തേക്ക് ഇട്ടുന്നതാണ് ഇതിൻ്റെ. അത് ശരിക്കും കാളിദാസൻ്റെ സങ്കല്പമാണ്. പുറത്തേക്ക് ഇട്ടപ്പോൾ മിന്നലുകൾ കൈയോളയായി മാറിയിരുന്നത്. അത് കുട്ടികളെ അറിയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്, അങ്ങനെ ഒരു സംഭവം. പക്ഷേ ആ ഗാനം മനോഹരമായി സ്വീകരിക്കപ്പെടുകയും എന്നാൽ ഇതിൻ്റെ പിന്നിലെ കഥ പലർക്കും അറിയത്തില്ലെങ്കിൽ പോലും ഇത്രയും മനോഹരമായ ഭാവന പെട്ടെന്ന് മനസ്സിലോട്ട് വരാനുണ്ടായ കാരണം എന്താണ്? സിനിമയുടെ കഥയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സാദൃശ്യപ്പെടുന്ന ഒന്നായിരുന്നു അത്, അതോ അത്തരത്തിൽ തിരുമേനിക്ക് തന്നെ ഒരു ട്യൂണ് വന്നപ്പോൾ എനിക്കങ്ങനെ കൊടുക്കാൻ തോന്നി, അങ്ങനെ കൊടുത്തതാണ്. അതെ. തിരുമേനി അതോടൊപ്പം തന്നെ ഇപ്പം കാലം മാറി, പുതിയ കാലത്ത് തന്നെ ഇഷ്ടംപോലെ ആളുകൾ കർണാടക സംഗീതത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഭജന സംഘങ്ങളും കാര്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഇത് എങ്ങനെയാണ്, ഇതൊരു പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ഈ തിരുമേനി ഈ ഒരു കാര്യത്തെ കാണുന്നത്? ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭജനയിലൂടെ ജനങ്ങളെ ആകർഷിക്കുകയും അവർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്ന സങ്കല്പം അമ്മയുടെ അമൃതാനന്ദവി അമ്മയിൽ നിന്ന് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവം അല്ലെങ്കിൽ മൂർത്തീകരണം എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്നു, അത്രയേ ഉള്ളൂ. ആളുകൾ ഈ അച്ചടക്കമുള്ള ആത്മീയ ജീവിതത്തിൽ നിന്നൊക്കെ അകലുന്നു, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്ന് പോലുള്ള മറ്റ് ലഹരികളിലേക്ക് പോകുന്നു. അതൊക്കെ നോക്കുമ്പം ഇത്തരം ചില കാര്യങ്ങൾ തിരിച്ച് അവരുടെ ആത്മീയതയായിട്ട് സന്നിവേശിപ്പിക്കുമ്പോൾ കുറേ കൂടെ ആരോഗ്യപരമായ ജീവിതം കിട്ടുമെന്നുള്ളൊരു ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊക്കെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ അങ്ങനെ നശിച്ചു പോകുന്ന ആൾക്കാർ. അവരും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആത്മീയതയിലൂടെ സനാതന ധർമ്മത്തിൻ്റെ വർത്തമാനത്തിലൂടെ നടക്കുള്ളൂ. അതുകൊണ്ടാണ് സ്വാമി അടക്കമുള്ള ഞങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരു കാര്യം കൂടി, സംഗീതം പ്രത്യേകിച്ച് പുതുതലമുറയെ പല രീതിയിൽ ആകർഷിപ്പിക്കപ്പെട്ട് അവരുടേതായ രീതിയിൽ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. പുതുതലമുറയുടെ ഈ സംഗീതത്തോടുള്ള അഭിരുചി അങ്ങ് എങ്ങനെയാണ് അടയാളപ്പെടുന്നത്? പ്രത്യേകിച്ച് അങ്ങ് പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. എത്രത്തോളം ഭാവനാസമ്പന്നരാണ് അവർ ആ കാര്യത്തിലൊക്കെ? അല്ല, ഇപ്പോൾ അവർക്ക് ധാരാളം കേൾക്കാനും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നിന്ന്
65 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ഇതിനൊന്നും സൗകര്യമില്ല ഇവിടെ. പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ വളരെ കുറച്ചാണ്. അത് എവിടെയെങ്കിലുമൊക്കെയാണ്. ഞാൻ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മൊബൈലിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പഠിക്കാനും പിന്നെ അത് പുറത്ത് കൊണ്ടുപോകാനും ആൾക്കാരെ അറിയിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അങ്ങനെ ആധുനിക കാലത്തിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് കൂടുതൽ. എന്തായാലും എന്നെന്നും കണ്ണേറ്റലിൽ തുടങ്ങി അങ്ങ് ഗാനധാര ഒഴുകുകയാണ്. അതായത് തിരുമേനിയുടെ കയ്യിലുള്ള ഗാനശേഖരണത്തിൻ്റെ കലവറ ഒരിക്കലും വറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ പുതിയ കാല സംവിധായകർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത്തരം മനോഹരമായ ഗാനങ്ങൾ ഇനിയും തീർച്ചയായും ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ തിരുമേനി. എന്തായാലും തിരുമേനിക്കും പുതുതായിട്ട് തുടങ്ങുന്ന ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ ഒക്കെയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായതിനാൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും വീശുമെന്നാണ് സാധ്യത. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണിയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിട്ടുള്ള വലിയ വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ വിപണിയിൽ ഒരു ക്രമപ്പെടൽ രൂപപ്പെട്ടിരുന്നു. 23,400 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചികയായ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് ഒരു ശുഭ സൂചകമായി കാണുന്നു. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാമെങ്കിലും 23,400 എന്ന നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ 23,600 നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. മറ്റെല്ലാ ഘടകങ്ങളും വിപണിക്ക് പ്രതികൂലം തന്നെയാണ്. പ്രത്യേകിച്ചും ആഗോള ഘടകങ്ങൾ, രൂപയിലുണ്ടായിട്ടുള്ള ഇടിവ്, എണ്ണവിലയിലുണ്ടായിട്ടുള്ള വർധനവ്, US ഇറാൻ സമാധാന കരാറിൽ ഒരു ധാരണ എത്താതെ പോകുന്നത്, ഹോർമൂസിലൂടെ സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പറ്റായിരുന്നു. ഇതെല്ലാം വിപണിയെ സംബന്ധിച്ചൊരു ആശങ്കയായി തുടരുക തന്നെയാണ്. അതിലേതെങ്കിലും തരത്തിലൊരു അനുകൂലമായ ഒരു നീക്കമുണ്ടെങ്കിൽ മാത്രമേ വിപണിക്ക് പ്രോത്സാഹനമാവുകയുള്ളൂ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന തുടരുകയാണ്. ഇന്നലെയും ഏതാണ്ട് 4,700 കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 5,800 കോടിയോളം രൂപയുടെ നിക്ഷേപം നടത്തിയത് ആ വീഴ്ചയെ പ്രതിരോധിക്കാനും ആയി. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ആഗോള സാഹചര്യങ്ങളും പ്രധാനം തന്നെയാണ്. ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. 23,600 എന്ന നിലവാരത്തിലേക്ക് ഇന്ന് മുൻനിര സൂചിക നിഫ്റ്റി എത്തിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രതികരണം ആഗോള വിപണികളിൽ ഉണ്ടായിട്ടുണ്ട്. ഏഷ്യൻ വിപണികളിൽ പ്രത്യേകിച്ച് നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നത് അതിന് ഗുണകരമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, കെ ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. ഇനി കായിക വാർത്ത. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 105 റൺസ് നേടി പുറത്താകാതെ വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് ബംഗളൂരുവിന് തകർപ്പൻ ജയം സമ്മാനിച്ചത്. 193 റൺസ് വേണ്ടിയിരുന്ന ബംഗളൂരു 19.1 ഓവറിൽ ലക്ഷ്യം കണ്ടു. കോഹ്ലി 60 പന്തുകളിൽ നിന്ന് 11 ബൗണ്ടറികളും 3 സിക്സറുകളും അടിച്ചാണ് 105 റൺസ് നേടിയത്. വിജയത്തോടെ 16 പോയിന്റോടെ RCB പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. ഗുജറാത്ത് ടൈറ്റൻസുമായി പോയിന്റിൽ തുല്യനിലയാണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നിലെത്തിയത്. തോൽവിയോടെ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേറ്റു. ബംഗളൂരു ഏറെക്കുറെ സ്ഥാനം ഉറപ്പിച്ചു. IPL ഇന്നത്തെ മത്സരം പഞ്ചാബും മുംബൈയും തമ്മിലാണ്. രാത്രി 7:30 മുതൽ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പഞ്ചാബിന് ഇന്ന് നിർണായകമാണ്. മുംബൈയോട് തോറ്റാൽ പ്ലേ ഓഫ് സാധ്യതകൾക്ക് തിരിച്ചടിയാകും. കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് ആരാകും എത്തുക എന്ന ആകാംക്ഷ അവസാനിക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ആ വാർത്തകളിലേക്കൊക്കെ വരാം. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കും.